എന്താ ഇവിടെ ഇങ്ങനെ നിക്കണത്? ഒന്നുമില്ല, ഇവിടെ താഴത്തുള്ളൊരു ചെക്കനെ എന്റെ പെങ്ങളെ കുട്ടിയോട് എന്താ അവകാശം പറയുന്നത്. അത് ചെക്കൻ എവിടെ ഉള്ളത്? ഇവിടെ താഴത്തോടുള്ളതാണ്. അപ്പൊ തിരെ വരും എന്നാണ് പറഞ്ഞത്. ആ വരുന്ന ചെക്കനായിട്ടാണോ? ആ ചെക്കൻ തന്നെ. അതുകൊണ്ട് പറ്റേ ഇനി മേലാലെങ്ങനെ ആവർത്തിച്ചാലേ ചവിട്ടി കൂട്ടി ഞാൻ കേട്ടാ പറടാ. അല്ലേ ആളെ മനസ്സിലായോ? ഓനാരാലും എനിക്കെന്താന്ന്. ഓനെ നമ്മള് കൈകനസ്കറിന്റെ അനിയനാണ്. ആരെ? കൈകനസ്കറിന്റെ. കൈകനസ്കറിന്റെ? ഞാൻ കേട്ടിരിക്കുന്ന ആളെ. ആള് പറ്റ മോശമാണ്. തമാസിക്ക് ഒരു കാര്യം പറയാൻ പറ്റൂല അവനോട്. ഇനിയിപ്പോ എന്തൊക്കെ ആണെന്ന് പറയാൻ പറ്റൂല. കാക്കാ ഞാൻ അവിടെയുള്ള ഒരു കാക്ക പല്ലി. ഏത് കാക്ക? അവിടെയുള്ള ഞാൻ പറയാ ഏത് കാക്ക വെച്ചാ അവിടെയുള്ള അന്ന അടിച്ചത് കയ്യിൽ ഞാൻ വിട്ടു. എവിടെ മറിക്കണിങ്ങള് എവിടുക്കാണേ? ഇവനെ രണ്ടാൾക്കാർ അടിച്ചിക്കണ ഓരെ കയ്യിൽ ഞാൻ വിട്ടു. ഇജൊന്ന് ശാന്തമാവ്, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്ക. ഇജി എവിടേക്കായി വെട്ടാൻ വേണ്ടിണ്ട്. പിന്നെ ഇജൊരു കാര്യം ചെയ്യ്, എന്റെ അഞ്ചൻ ആരെയും തച്ചിട്ടുണ്ടെങ്കിലേ ഇജി ഓനെ പോയിക്കാണ്ട് കൈ വെട്ടിന്റെ പരിഹാരമായില്ല, വേറൊരു പ്രശ്നം തുടങ്ങിയാണെന്ന് മനസ്സിലാക്കണം. നീ സംശയം ഉണ്ടെങ്കിലേ ഇജി ആ കമ്പൊന്ന് വെട്ടിക്ക, ആ മൂച്ചിന്റെ കൊമ്പൊന്ന് വെട്ടിക്ക. വെട്ട് ഇജേ ആ കൊമ്പൊന്ന് എടുത്ത, ആ മുറിച്ച കൊമ്പ് ഇനി അതായി മൂന്ന് ഒട്ടിച്ചാണി. അത് ആ മുറിച്ച കൊമ്പില്ലേ അവിടെ ഒട്ടിക്ക്. അതെങ്ങനെ സമാധാനം പറ്റുമോ? അങ്ങനെ ഒട്ടിക്കാൻ പറ്റുക? അത് പറ്റൂലല്ലോ. അതേമാതിരിയാണ് ഒരാളെ കജ്ജും കാലും വെട്ടിയാൽ ഒട്ടിക്കാൻ പറ്റുമോ? ഒരാളെ ജീവെടുത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ പടച്ചോൻ കൊടുത്തല്ലേ, നിങ്ങളാണ് നിഷേധിക്കലത്. ഇന്ന് നിങ്ങൾ ഈ ചോരത്തിളപ്പിൽ നിങ്ങൾക്ക് പലതും തോന്നും, പക്ഷെ അതൊന്നും ഈ പ്രശ്നത്തിന്റെ പരിഹാരമാവില്ല. നിങ്ങൾ ചെയ്യാൻ പോകുന്ന വേറൊരു പ്രശ്നത്തിന്റെ തുടക്കമാണാവുക. ഈ പ്രശ്നം അവിടെ അപ്പോഴും അവശേഷിക്കുകയാണ്. മാത്രല്ല പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ കിടക്കി അതിനൊക്കെയുള്ള പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. നടക്കും മോനെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പരിഹാരം ഇല്ലാത്ത ഒരു പ്രശ്നം ഭൂമിയിലില്ല. നടക്കേ ഒക്കെ നമുക്ക് ശരിയാക്കാം.